ഹായ് ഫ്രണ്ട്സ്, ക്രിപ്റ്റോ ടോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നുള്ളത് ഡോക്സ് കോയിനുമായി റിലേറ്റഡ് ആയിട്ട് ഒരു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതിൽ ഈ അപ്ഡേറ്റ് എന്താ നോക്കാം. അതിനു മുമ്പ് ഇതുപോലെയുള്ള അപ്ഡേറ്റ് നമ്മൾ പെട്ടെന്ന് ടെലഗ്രാം ചാനലിലാണ് അപ്ഡേറ്റ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഡോക്സ് മാത്രമല്ല, മറ്റൊരുപാട് ടെലഗ്രാം ബോട്ടും അതുപോലെ തന്നെ മറ്റ് പല രീതിയിലുള്ള കാര്യങ്ങളും ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന നമ്മളെ ടെലഗ്രാം ചാനലാണ് ആദ്യമായി എത്തുന്നത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് DM ചെയ്താൽ മതി, എല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതിൽ നമുക്ക് ഡോക്സ് കോയിൻ്റെ ഈ അപ്ഡേറ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഈ അപ്ഡേറ്റിൽ അവർ പറഞ്ഞിട്ടുള്ളത് ലാസ്റ്റ് ഡേ ടു ഏൺ മോർ ഡോഗ്സ് ഓൺ ഈസ് 40th ഓഗസ്റ്റ്. ഈ വരുന്ന ഓഗസ്റ്റ് 14-ാം തീയതിയാണ് നിങ്ങൾക്ക് ലാസ്റ്റ് ഡേ, അതായത് ഡോഗ്സ് ഏൺ ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഈ 40th ഓഗസ്റ്റിലാണ്. അതായത് ലാസ്റ്റ് ഡേ ആണ്. ഇതുവരെ നമുക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് ടാസ്കും കാര്യങ്ങളും ഒരുപാടൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള കുറച്ച് ടാസ്കും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ മൈനിങ് എന്ന് പറഞ്ഞ പ്രോസസ്സും കാര്യങ്ങളൊന്നും അങ്ങനെ കൂടുതലായിട്ടില്ല. ജസ്റ്റ് ഡെയിലി ചെക്കിങ് മാത്രമാണ് കാര്യമായിട്ടൊന്നുള്ളത്. അപ്പോൾ അതേതായാലും ഇനി 3 ദിവസം മാത്രമേ ചെക്കിങ്ങിനുള്ള ഓപ്ഷൻ ഉള്ളൂ. ബാക്കി നിങ്ങൾക്ക് കുറഞ്ഞ ടാസ്ക് ഉണ്ട്. ആ ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഡോഗ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഡോഗ്സ് വളരെയധികം ലിമിറ്റഡ് ആയിട്ടുള്ള കോയിൻസ് മാത്രമേ ഉള്ളൂ. കുറഞ്ഞ മില്യൺസ്, 60 മില്യൺസ് മാത്രമേ കോയിൻസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഈ കോയിൻസ് നല്ല രീതിയിൽ ഏണിങ്സ് തരാൻ സാധിക്കും. അതുപോലെ തന്നെ ഡോഗ്സ് കോയിൻ ടെലഗ്രാമുമായിട്ട് വളരെയധികം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോയിനാണ്. കോയിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ടാവും. ഏതായാലും നമുക്ക് ഡോഗ്സ് കോയിൻ 14-ാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേകളിൽ. അപ്പോൾ അതിന് മുമ്പ് ഡോഗ്സ് കോയിൻ എങ്ങനെയാണ് കളക്ട് ചെയ്യുക, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ടാസ്കുകൾ, സിമ്പിളായിട്ടുള്ള കുറച്ച് ടാസ്ക് മാത്രം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് 10,000-20,000 കോയിൻസ് കളക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ മെയിനായിട്ടുള്ളൊരു ടാസ്ക്കാണ് നമ്മൾ ഡോഗ്സിൽ ഒരു ടോൺ ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ടാസ്കും നമ്മൾ ഇതിൽ ലൈവിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായി കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ടെലഗ്രാമിൽ വന്നിട്ട് DM ചെയ്താൽ മതി. അപ്പോൾ ഗൈസ്, ഡോഗ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ജോയിൻ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇൻ്റർഫേസ് ആയിരിക്കും. അല്ലാത്തവർക്ക്, പുതിയതായിട്ട് വരുന്നവർക്ക് നെക്സ്റ്റ് ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു വെരിഫിക്കേഷൻ വരും. നിങ്ങൾ ടെലഗ്രാമിൽ എത്ര വർഷമായിട്ട് ടെലഗ്രാം യൂസ് ചെയ്യുന്നുണ്ടാണ് മെയിനായിട്ട് ഈ ഡോഗ്സിൻ്റെ ഇതിൽ അവർ ചെക്ക് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾ ഡെയിലി ചെക്കിംഗ് എന്നുള്ള ഒരു ടാസ്ക്കാണുള്ളത്. ഇനിയിപ്പോൾ 3 ദിവസം മാത്രമേ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി ചെക്കിങ് ഈ 3 ദിവസമാണെങ്കിൽ 3 ദിവസം പ്രോപ്പറായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളൊരു സ്റ്റോറി ഷെയർ ചെയ്യാണ്ട് ടാസ്ക് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ബി എ ഗുഡ് ഡോഗ് എന്നുള്ള രീതിയിൽ ഒരു ടാസ്ക് ഉണ്ടാവും, അത് ചെയ്യുക. പിന്നെ നിങ്ങൾ ഡോഗ്സ് കോയിൻ്റെ ചാനൽ, ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, എന്നാൽ 100 പോയിൻറ്റ്സ് കിട്ടും. അതുപോലെ തന്നെ അവരുടെ ട്വിറ്ററിൽ ജോയിൻ ചെയ്താൽ 1000 പോയിൻറ്റ്സ് കിട്ടും. പിന്നെ നോട്ട് കോയിൻ്റെ ചാനൽ ജോയിൻ ചെയ്ത് 50 പോയിൻറ്റ്സ്. പിന്നെ ഉള്ളത് ഇൻവൈറ്റ് 5 ഫ്രണ്ട്സ് ആണ്. അതായത് ഈ ഇൻവൈറ്റ് 5 ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നടക്കും. സിമ്പിളായിട്ട് നിങ്ങളൊന്ന് വിചാരിച്ചാൽ മതി. നിങ്ങളുടെ വീട്ടിൽ എന്തായാലും നിങ്ങൾക്കൊരു ഫാദറിന് ഫോൺ ഉണ്ടാവും, അതുപോലെ തന്നെ മദറിന് ഫോൺ ഉണ്ടാവും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്രദറോ സിസ്റ്ററോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഫോൺ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അവരെയും കൂടി ജോയിൻ ചെയ്യിപ്പിക്കുക. ജസ്റ്റ് അവർ ഇതേപോലെ ബാക്കി കാര്യങ്ങൾ ചെയ്യണമെന്നില്ല, അവരെയും കൂടി ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഈ 20,000 ഡോഗ്സ് പോയിന്റ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ് കസിൻസ് ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഫോണിലോ അല്ല ഫ്രണ്ട്സുകൾ, സ്കൂളിൽ ഇഷ്ടംപോലെ ഫ്രണ്ട്സുകളുണ്ടല്ലോ, അവരുടെ നിന്നൊക്കെ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കാം. ജസ്റ്റ് ഒന്ന് കയറിയിട്ട് 5 പേരെ മാത്രം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 20,000 ഡോഗ്സ് പോയിന്റ്സ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. ബ്ലമ്മിൻ്റെ ചാനൽ ജോയിൻ ചെയ്യുക. ഇതൊക്കെ ടാസ്ക് ആണ് കേട്ടോ. ടാസ്കിൻ്റെ സെക്ഷനിലാണ് ഇതൊക്കെ ഉണ്ടാവുക. പിന്നെ നിങ്ങൾ ടെലഗ്രാമിൽ നിങ്ങളെ യൂസർ നെയിമിൻ്റെ ഇതിൽ ഒരു ഡോഗിൻ്റെ എല്ലിൻ്റെ ചിഹ്നം, അതായത് ഈ ചിഹ്നം ഉണ്ടല്ലോ, ഈ ഇമോജി നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2,500 ഡോഗ്സ് കിട്ടുന്നതായിരിക്കും. പിന്നെ ബൈനാൻസ്, ബാക്കി ഇതൊക്കെ ടാസ്ക്കാണ്. ഇതൊക്കെ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഡോഗ്സ് കിട്ടുന്നതായിരിക്കും. പിന്നെ നോട്ട് കോയിൻ നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡോഗ്സ് ഇത്ര പോയിന്റ് ഏകദേശം ഒരു 25,000-നോളം ഡോഗ്സ് കോയിൻ നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ടാസ്കിൽ വരുന്നത്. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഡോഗ് ജോയിൻ ചെയ്യുക, എന്നിട്ട് ഈ ടാസ്കൊക്കെ കളക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, വെറും 3 ദിവസം മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ മറക്കാതെ 5 പേരെ ഇൻവൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ അതിന് ശേഷം വരുന്നത് ഈ കണക്ട് വാലറ്റ് ആണ്. അതായത് നിങ്ങളെ ടെലഗ്രാം വാലറ്റുമായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1000 പോയിൻറ്റ്സ് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം വരുന്നത് മെയിനായിട്ട് നിങ്ങൾക്ക് പിന്നെ ഒരു ടാസ്ക് വരുന്നത് ഒരു ടോൺ ട്രാൻസാക്ഷൻ, മേക്ക് എ ടോൺ ട്രാൻസാക്ഷൻ എന്നുള്ളൊരു സെക്ഷൻ 3000 ഡോഗ്സ് ഉണ്ട്. അപ്പോൾ പലർക്കും എങ്ങനെയാണ് ഈ ട്രാൻസാക്ഷൻ ചെയ്യലെന്ന് അറിയത്തില്ല. അത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസസ്സ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്, എങ്ങനെയാണ് ട്രാൻസാക്ഷൻ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്നവരെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക, അല്ലാത്തൊരു ജസ്റ്റ് എന്ത് ചെയ്യുക, ലീവ് ചെയ്യുക. ഓക്കെ, അതിന് നമുക്ക് നമ്മളെ ടെലഗ്രാം വാലറ്റിൽ ജസ്റ്റ് കുറച്ച് ടോൺസ് ആവശ്യമുണ്ട്.
ഏതായാലും ഞാൻ ഇത് ചെയ്യണം. നിൽക്കി കഴിഞ്ഞാൽ നേരെ ടെലഗ്രാം വാലറ്റിലോട്ടായിരിക്കും പോവുക. അവിടെ നിങ്ങൾക്ക് ഏകദേശം 0.1 ടോൺ 0.1 ടോൺ എന്ന് പറയുന്നത് ഏകദേശം ഒരു $0.67. ഈ $67 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 50 രൂപ ആ റേഞ്ചിൽ നിങ്ങൾക്ക് ചിലവ് വരുന്നതായിരിക്കും. അപ്പോൾ അതിലുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക, അല്ലാത്തവർ എന്ത് ചെയ്യുക, ലീവ് ചെയ്യുക. ഒരു ഇമ്പോർട്ടൻ്റ് ആയ നല്ലൊരു ടാസ്ക് ആയിട്ടാണ് അവർ ഈ ക്രൈറ്റീരിയയിൽ കൊണ്ടുവരുമ്പോൾ ആ ടാസ്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഓക്കെ, ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക, അല്ലാത്തവർ ലീവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പ്രോസസ്. ജസ്റ്റ് കൺഫേം കൊടുക്കുക. ഡോഗ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൂടെ ട്രാൻസാക്ഷൻ സെൻഡ് എന്ന് കാണിക്കും. ഓക്കെ, അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ട്രാൻസാക്ഷൻ ചെയ്യാൻ പേയ്മെന്റ് ഉണ്ട് എങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലാത്തവർക്ക് എന്ത് ചെയ്യുക, അത് ലീവ് ചെയ്ത് കളയാവുന്നതാണ്. എന്നിരുന്നാലും ബാക്കിയുള്ള പോയിന്റ്സും കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങൾ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിന് അത്യാവശ്യം നല്ല ഫ്രീ ആയി കിട്ടുന്നതാണ്, അത്യാവശ്യം നല്ല വാല്യുബിൾ ആയിട്ടുള്ള ഒരു ടോക്കൺ ആയിരിക്കും ഭാവിയിൽ. പണ്ട് ബിറ്റ് കോയിൻ ഒക്കെ കളക്ട് ചെയ്യുന്ന സമയത്ത് അന്ന് ഒരുപാട് ഫ്രീ ആയിട്ട് അവർ പല രീതിയിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നൊന്ന് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇത്രയും ഹൈയിലാണ് കിടക്കുന്നത്. മാക്സിമം ടെലഗ്രാമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അവർ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളിൽ ഈ ആപ്ലിക്കേഷൻ വരും. അപ്പോൾ അതിലൊക്കെ ഈ ഡോഗ്സ് കാര്യം യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇതിന് വാല്യൂ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പല എക്സ്ചേഞ്ചിലും ഫിനാൻസ് അതുപോലെ തന്നെ ബൈബിറ്റ് അതിലൊക്കെ ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വാല്യൂ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഫ്രീ ആയിട്ടുള്ള ടാസ്കും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാം. ഇനി ഒരു 5 പേരെ മാക്സിമം നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ 5 പേരെ മാത്രം മതി, അതിൽ കൂടുതലൊന്നും വേണമെന്നില്ല. 20,000 ഡോഗ്സ് ആണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, മറക്കാതെ ചെയ്യാൻ ശ്രമിക്കുക. ഫ്രണ്ട്സ് എന്നുള്ള സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ വെറ്റ് ലിങ്ക് അടിക്കുക, ജസ്റ്റ് എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവിടെ വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങളുള്ളൂ ഡോഗ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ ടെലഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് DM ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. മിസ്സാക്കി കഴിഞ്ഞാൽ നല്ലൊരു നഷ്ടമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, ഏതായാലും പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.